നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അറേഞ്ച് ദ ഫോളോവിങ് സൊല്യൂഷൻസ് ഇൻ ഓർഡർ ഓഫ് ദിയർ ഇൻക്രീസിംഗ് ബോയിലിംഗ് പോയിന്റ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ചാപ്റ്റർ സൊല്യൂഷൻസ് ആണ്. ടോപ്പിക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡെൽറ്റ ടി ബിയുടെ ഇക്വേഷൻ ഡെൽറ്റ ടി ബി ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു മൊളാലിറ്റി എന്നാണ്. നമുക്കറിയാം കൂടുതൽ എലിവേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ ബോയിലിംഗ് പോയിന്റും ഉണ്ടാവും. സോ ഡെൽറ്റ ടി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് പോയിന്റ് ടി ബി. ഇറ്റ് ഈസ് പ്രൊപ്പോർഷൻ ടു ഐ ഇൻറ്റു മൊളാലിറ്റി. കാരണം കെ ബി വാല്യൂ എല്ലാ ആൾക്കാർക്കും കോമൺ ആണ്. സോ നമ്മളിവിടെ ഐ ഇൻറ്റു മൊളാലിറ്റി എന്നുള്ള വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. പക്ഷെ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന ഓപ്ഷൻസിലെല്ലാം മൊളാലിറ്റി അല്ല മൊളാരിറ്റിയാണ്. പക്ഷേ മൊളാരിറ്റി വാല്യൂസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അതുകൊണ്ട് ഈ മൊളാരിറ്റി വാല്യൂവിനെ മൊളാലിറ്റി ആയിട്ട് കൺവേർട്ട് ആക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് അൺനെസസറി. മൊളാരിറ്റീനെ ഇവിടെ മൊളാലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഓരോന്നിൻ്റെയും ഐ വാല്യൂ എഴുതി നോക്കാം. ഐ വാല്യൂ NaCl 2 ആണ്. കാരണം NaCl ഇസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നാൽ ഇയാൾ 2 പാർട്ടിക്കിളിനെയാണ് ജനറേറ്റ് ചെയ്യുക. സോ ഐ വാല്യൂ ഇസ് 2, ഐ വാല്യൂ ഇസ് 2, ഐ വാല്യൂ ഇസ് 2. അതേസമയം യൂറിയയുടെ ഐ വാല്യൂ 1 ആണ്. കാരണം യൂറിയ ഒരു നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. നോ ഡിസോസിയേഷൻ, നോ അസോസിയേഷൻ. സോ ഐ വാല്യൂ വിൽ ബി 1 ഹിയർ. ഇനി നമുക്കറിയാം ഐ ഇൻറ്റു മൊളാലിറ്റി വാല്യൂ അല്ലെങ്കിൽ ഐ ഇൻറ്റു മൊളാരിറ്റി വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാന്ന് നോക്കുക. അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ എലിവേഷൻ ഉണ്ടാവുക. അയാൾക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. അപ്പോൾ ഓരോ കേസ് നമുക്ക് എഴുതി നോക്കാം. ഒന്നാമത്തെ കേസ് 2 ഇൻറ്റു 10⁻⁻4. ഐ ഇൻറ്റു മൊളാരിറ്റി വാല്യൂ 2 ഇൻറ്റു 10⁻⁻4. രണ്ടാമത്തേതിൻ്റെ വാല്യൂ 1 ഇൻറ്റു 10⁻⁻4. മൂന്നാമത്തെ കേസിൽ നമുക്ക് വരിക 2 ഇൻറ്റു 10⁻⁻3. ആൻഡ് ഫോർത്ത് കേസിൽ നമുക്ക് വരിക 2 ഇൻറ്റു 10⁻⁻2. ഇതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ ഏതാ? 2 ഇൻറ്റു 10⁻⁻2 അല്ലേ ഏറ്റവും വലുത്. സോ ഏറ്റവും കൂടുതൽ ഐ ഇൻറ്റു മൊളാരിറ്റി വാല്യൂ ഉള്ളത് 4 ആണ്. പിന്നെ 3, പിന്നെ 1, പിന്നെ 2. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? 4, 3, 1, 2. 4, 3, 1, 2. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആയിരിക്കും.